നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. അൻവറിന്റെ വീട്ടിൽ എത്തിയാണ് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ വൻ പോലീസ് സന്നാഹമായിരുന്നു അൻവറിന്റെ വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയിരുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റിന് പിന്നിൽ ഭരണകൂട ഭീകരതയാണ് എന്നും പോരാട്ടം തുടരുമെന്നും അൻവർ പ്രതികരിച്ചു. ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ PV അൻവറിന്റെ വൈദ്യപരിശോധന തുടരുകയാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഈ പ്രതിഷേധം നടന്ന് മണിക്കൂറുകൾ പിന്നിടും മുമ്പ് തന്നെ പോലീസ് സന്നാഹം അൻവറിന്റെ വസതിയിലെത്തി. വലിയ പോലീസ് സന്നാഹമായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. വലിയ പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും മുദ്രാവാക്യം വിളികളും നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. വൈദ്യപരിശോധന ഇനി എപ്പോഴായിരിക്കും അൻവറെ കോടതിയിൽ ഹാജരാക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ PV അൻവറിന്റെ വൈദ്യപരിശോധനാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത്. നിലമ്പൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ നിലമ്പൂർ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ. നേരത്തെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് പുറമെ 11 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ DFO ഓഫീസിലേക്ക് PV അൻവർ MLAയും DMK പ്രവർത്തകരും നടത്തിയ മാർച്ച്, അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കടക്കുകയും അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും അത്തരത്തിൽ ഗുരുതരമായ കൃത്യവിലോപങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് അദ്ദേഹത്തിനെതിരായ കേസ് ചുമത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. കോടതി എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക. മജിസ്ട്രേറ്റ് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം പൊതുമുതൽ നശിപ്പിച്ച ഒരു കേസുണ്ട്, ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പുകളുണ്ട്, അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 4 പേരുടെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതുമാണ്. അപ്പോൾ ഇന്ന് രാത്രി മജിസ്ട്രേറ്റ് MLAക്ക് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. നേരത്തെ രാത്രി 8 മണിയോടെയാണ് നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയത്. മണിക്കൂറുകൾ നീണ്ട നടപടിക്രമങ്ങൾ, അൻവറിന്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. അതിനുശേഷം മുദ്രാവാക്യം വിളിക്കുന്ന അണികൾക്കിടയിലൂടെ, വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി PV അൻവർ നടത്തുന്ന പോലീസിനെതിരായ കടുത്ത വിമർശനങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എല്ലാം ഒടുവിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ആനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ്. ഇതിനു മുൻപൊക്കെ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുകയും അത്തരത്തിലുള്ള നടപടികളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇതുപോലെ കൊണ്ടുപോകുന്നത് ഈ സമയത്ത് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനോടെങ്ങനെ ഇനി രാഷ്ട്രീയ കേരളം പ്രതികരിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ LDFന്റെ നിലപാട് വ്യക്തമായതാണ്. LDFന്റെ നിലപാട് ഇത് പോലീസിന്റെ നടപടിക്രമങ്ങൾ, അത് പോലീസ് നടപടി സ്വീകരിക്കുന്നു, നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ UDF എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. അല്ലെങ്കിൽ അതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രം, അല്ലെങ്കിൽ നാളെ മാത്രം നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി PV അൻവറിന് ഇന്ന് രാത്രിയിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പല തരത്തിലുള്ള വിലയിരുത്തൽ അതിനുണ്ട്. നിയമം നടപ്പാക്കാൻ ബാധ്യത, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട ജനപ്രതിനിധി, കൃത്യമായ നിയമങ്ങൾ അറിയുന്ന ജനങ്ങൾക്ക് നിയമം
മനസ്സിലാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ട മാതൃകയാകേണ്ട ഒരു ജനപ്രതിനിധി നിയമലംഘനം നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം. കാരണം അടഞ്ഞ് കിടക്കുന്ന ഓഫീസ്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ DF ഓഫീസിന് അവധിയാണെന്നറിയാം. എന്നിട്ടും അടഞ്ഞു കിടക്കുന്ന ഓഫീസിലേക്ക് പ്രകടനമായി എത്തി ആ ഓഫീസിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് ജനലുകൾ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് വലിയ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കി എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ വകുപ്പുകളാണ് അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു MLA യുടെ ഭാഗത്തുനിന്നും ഇത്രയും കടുത്ത നടപടികൾ, പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അതിനെ കോടതി എങ്ങനെ കാണുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അൻവറിന് മാത്രമായി ജാമ്യം കൊടുക്കാനാകുമോ എന്ന ചോദ്യം രണ്ടാമതായിട്ട് ഉയരുന്നുണ്ട്. നേരത്തെ 4 പേർ ഈ ഒരു കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 പേർക്ക് കൂടി ജാമ്യം കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ തുല്യനീതിയാകില്ല എന്നും വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അറസ്റ്റ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണെന്ന് അൻവർ പ്രതികരിക്കുമ്പോഴും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ അറസ്റ്റും ഈ നടപടികളും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം അൻവറിന്റെ ഈ അറസ്റ്റിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തും. നേരത്തെ തന്നെ വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ, അതിനെതിരെ അൻവർ തുടങ്ങി വെച്ച യാത്ര, അതൊക്കെ തന്നെ UDFിലെ വലിയ ഒരു വിഭാഗം, UDFിന് ഇത് വലിയ സ്വീകാര്യമായ ഒരു വിഷയമായിട്ട് തന്നെ കണക്കാക്കിയിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളിൽ അവരതിന് പിന്തുണ നൽകുന്നതിൽ മാറി നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറി. അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിയൊരുക്കും. അങ്ങനെ അൻവറിന്റെ LDFിന്റെ സർക്കാരിനെതിരായ, പോലീസിനെതിരായ പോരാട്ടം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയുവാൻ. ജനങ്ങൾക്ക് വേണ്ടി താൻ ജയിലിൽ പോവുകയാണ് എന്നാണ് അൻവർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പുതിയ ഒരു തലം ഈ നടപടികളിലൂടെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. എന്നാണെങ്കിലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. അൻവറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ ഇന്ന് രാത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മജിസ്ട്രേറ്റാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നാണ് തീരുമാനം വരേണ്ടത്. എന്നിരുന്നാൽ പോലും അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്നാണെങ്കിലും ഒരു MLA, അതും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിയമസഭയിലെത്തിയ ഒരു MLA സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ കൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ വളരെ നിർണായകമാകുന്ന പുരോഗതികളാണ് ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. വരും മണിക്കൂറുകളിൽ എന്ത് തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PV അൻവർ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കോടതി ഈ രാത്രി അൻവറിന് ജാമ്യം നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അഭിലാഷ്. MLA PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. PV അൻവർ MLA ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 11 പേർക്ക് എതിരെ ആണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിൽ PV അൻവർ തന്നെയാണ് ഒന്നാം പ്രതി. അവിടെയാണ് അനുമോദ് നൽകുന്നത് പോലെയുള്ള ഒരു സംശയം. അതായത് മജിസ്ട്രേറ്റ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് കണ്ടറിയേണ്ടത്. രാത്രി സമയമേറെ വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലും പൊതുമുതൽ നശിപ്പിച്ചത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കൃത്യമായ പരാമർശം FIR-ൽ ഉണ്ട്. നേരത്തെ തന്നെ അൻവർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നീക്കം അറിഞ്ഞിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കണം എന്ന് അൻവർ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ സ്വാഭാവികമായ പ്രതിഷേധമാണ് നടന്നത്. നിയമത്തിനു വഴങ്ങി ജീവിക്കും, താനൊരു നിയമസഭാ സാമാജികൻ ആണ്, പോലീസ് നടപടികളിൽ അസ്വാഭാവികതയുണ്ട് എന്നത് നേരത്തെ തന്നെ PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയനും ശശിയും തന്നെ കൊടുക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ആണ് PV അൻവർ ആരോപിക്കുന്നത്. പക്ഷേ വനം മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞത് ഇതിൽ ഒരു ഗൂഢാലോചനയും ഇല്ല, പ്രത്യേകിച്ച് കൃത്യനിർവഹണം നടത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട് അൻവറിനെതിരെ. അതുകൊണ്ട് തന്നെ പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതായിരുന്നു വനം മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക്
ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അറിയാം. നിലവിൽ അൻവർ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും എങ്ങനെയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്ത നീക്കത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത് എന്നതും വരും മണിക്കൂറുകളിൽ ശ്രദ്ധേയമാകുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് PV അൻവറിന്റെ വസതിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹം തന്നെയായിരുന്നു തമ്പടിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ വിശ്വസ്തനായിരുന്ന PV അൻവർ, ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ വിശ്വസ്തനായിരുന്ന PV അൻവർ ആണ് അതേ കാലഘട്ടത്തിൽ തന്നെ അറസ്റ്റ് കൈവരിക്കുന്നത്. ഒരുപക്ഷെ ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ അൻവർ അടുത്തത് ജയിലിലേക്കാണ് എന്ന പ്രത്യേകതയുമുണ്ട്. CPI